എല്ലാവർക്കും അന്നാസ് ഫുഡ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ഒരു പാച്ചോറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു പാച്ചോറ് തയ്യാറാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. കൂടെ തന്നെ വീഡിയോ മുഴുവനായിട്ട് കണ്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടി ചെയ്തേക്കണേ പ്ലീസ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് ഞാൻ വേഗത്തിലൊന്ന് പറഞ്ഞു തരാം. ഞാനിവിടെ 1 കപ്പ് പച്ചരി എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകിയ ശേഷം ഒരു അരമണിക്കൂർ വെള്ളത്തിൽ ഇതുപോലെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വേവാനുള്ള എളുപ്പത്തിന് വേണ്ടി ചെയ്തതാണ്. ഞാൻ കുക്കറിലല്ല ചെയ്യുന്നത്. അങ്ങനെ വെള്ളം സോക്ക് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ കുക്കറിലിട്ട് അടിച്ചെടുക്കുകയാണെങ്കിൽ ഒറ്റ വിസിലുകൊണ്ട് അടിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് നാളികേരപ്പാലാണ്. ഞാനൊരു മീഡിയം സൈസിലുള്ള നാളികേരം ചെറുകിയിട്ട് അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് നല്ല കട്ടിയുള്ള 1 കപ്പ് പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അതല്ലാണ്ട് ബാക്കിയുള്ളതിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒരു 3 കപ്പ് അല്ലാത്ത കട്ടി കുറഞ്ഞ് പാലും എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വേണ്ടത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ്. ഞാൻ ഏകദേശം ഒരു 1/2 കപ്പോളം പഞ്ചസാര എടുക്കുന്നുണ്ട്. കൂടെ തന്നെ കുറച്ച് നാളികേരം ചെറുകിയതും കൂടി എടുത്ത് വയ്ക്കുന്നുണ്ട്. നമുക്ക് ഈ പഞ്ചസാരയ്ക്ക് പകരം ശർക്കര വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് കാഷ്നട്ട് വേണം. പിന്നെ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടിയുണ്ട്, അത് ഞാൻ അവസാനം പറഞ്ഞുതരാം കേട്ടോ. ഇനി നമുക്ക് അരി ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. 1 കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളമാണ്. അതേ അളവിൽ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഈ വെള്ളം ഒന്ന് തിളച്ച് തുടങ്ങുമ്പോൾ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പച്ചരി ഒന്ന് കഴുകി ഇതിലേക്ക് വാരി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിൽ ഇട്ടിട്ട് ഒറ്റ വിസിൽ കേൾപ്പിച്ചെടുത്താൽ മതിയാവും. പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടും. ഞാനിപ്പം സമയമുള്ളത് കൊണ്ടാണ് അരമണിക്കൂർ ഇതുപോലെ കുതിർത്ത് വെച്ച ശേഷം വേവിച്ചെടുക്കുന്നത്. ഇതാകുമ്പം ജസ്റ്റ് വെള്ളമൊക്കെ ഒന്ന് തിളച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അടച്ച് വെച്ച് തീ ഒന്ന് കുറച്ച് വെച്ച ശേഷം ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ തന്നെ പച്ചരിയൊക്കെ നന്നായി തന്നെ വെന്ത് വരും. അപ്പോൾ ഇതാ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടല്ലോ, അരിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കൊക്കെ തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുന്ന അടിയൊന്നും പിടിക്കാണ്ട്. ഇനി ബാക്കിയുള്ളത് നാളികേരപ്പാലിൽ കിടന്ന് വെന്തോളും. അപ്പോൾ അതാ ഇനി നമുക്കിതിലേക്ക് നാളികേരപ്പാൽ ഒഴിച്ചു കൊടുക്കാം. കട്ടി കുറഞ്ഞ നാളികേരപ്പാൽ നമ്മൾ ഒരു 3 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഇതിനൊന്ന് തിളപ്പിച്ചെടുക്കണം. ആ നാളികേരപ്പാലിൽ നമ്മുടെ ഈ ഒരു പച്ചരി ചോറുണ്ടല്ലോ, ഈ ചോറും ആ നാളികേരപ്പാൽ നന്നായി തന്നെ ഒന്ന് കൂടി വരണം. ഒന്ന് തിളച്ച് ഒന്ന് കുറുകി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ തീ ഒന്ന് കുറച്ചിടേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ അരി വേവിക്കാൻ വേണ്ടി മാത്രമാണ് തീ കുറച്ചിട്ടത്. ഈ സമയത്തൊക്കെ തീ നന്നായിട്ട് തന്നെ കൂട്ടിയിട്ടോളൂ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ ചോറൊക്കെ ഒന്ന് നന്നായി തന്നെ വെന്ത് ആ പാലിലൊന്ന് സെറ്റായിട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നന്നായി തന്നെ ഒന്ന് കുറുകി വരും. ഈ സമയം വരെയാണ് നമ്മൾ വേവിച്ചെടുക്കേണ്ടത്. ഒരു 10 മിനിറ്റ് മതിയാവും. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാൻ ഏകദേശം ഒരു 1/2 കപ്പിന് താഴെ നിൽക്കുന്ന രീതിയിലാണ് മധുരം ചേർത്തിട്ടുള്ളത്. പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പം പെട്ടെന്ന് തന്നെ അതൊന്ന് പഞ്ചസാരക്കൊന്ന് മെൽറ്റായിട്ട് കുറച്ചും കൂടി ഒന്ന് ലൂസായിട്ട് വരും. അത് കുഴപ്പമൊന്നുമില്ല. കുറച്ചും കൂടി നമ്മൾ തിളപ്പിക്കുമ്പോൾ അതൊന്ന് വറ്റിയൊക്കെ വന്നോളും. നിങ്ങൾക്ക് പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ഒഴിക്കണമെങ്കിൽ ഈ സമയത്ത് ഉരുക്കി അരിച്ചൊഴിച്ചാൽ മതിയാവും. അപ്പോൾ ഞാൻ പഞ്ചസാര ഇട്ട് ചെയ്യുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ നമ്മുടെ ചോറ് ഒന്നും കൂടി നന്നായി തന്നെ കുറുകി വന്നിട്ടുണ്ട്. ആ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് ആ പാലും പഞ്ചസാരയൊക്കെ ആ ചോറിൽ നന്നായി തന്നെ പിടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി തീ നന്നായിട്ടൊന്ന് കുറച്ചിടുക. അതിനുശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 1-ാം പാല്, നല്ല കട്ടിയുള്ള പാലുണ്ടല്ലോ 1 കപ്പ്, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്കറിയാം 1-ാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തിളയ്ക്കാൻ പാടില്ല. ജസ്റ്റ് എല്ലാ ഭാഗവും ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ തീ നന്നായിട്ട് കുറച്ച് വയ്ക്കാനായിട്ട് മറക്കരുത്. ഈ സമയത്ത് ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി ഇതിൽ ചേർക്കാനുണ്ട്. നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 1 പിടി നാളികേരം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒന്നും കൂടി ഒന്ന് ഇളക്കുന്നുണ്ട്. കൂടെ തന്നെ നല്ലൊരു ഫ്ലേവറിനായിട്ട് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയത്തൊക്കെ തീ നന്നായിട്ട് കുറച്ചിട്ടിരിക്കണം കേട്ടോ, ശ്രദ്ധിക്കണേ. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അണ്ടിപ്പരിപ്പാണ്. കുറച്ച് നെയ്യിലൊന്ന് അത് ഫ്രൈ ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതും കൂടി ഇളക്കി കൊടുത്തു. അവസാനമായിട്ട് നമ്മളിതിലേക്ക് ചേർക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്കാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സീക്രട്ട് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. സീക്രറ്റ് നല്ല പലർക്കും അറിയാം. ഞാൻ ഏകദേശം ഒരു 3-4 ടേബിൾ സ്പൂണോളം കണ്ടൻസ്ഡ് മിൽക്ക് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം തീ ഓഫാക്കിയിടാം. അപ്പോൾ ഇത്രയും മതി. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ നല്ല സെറ്റായിട്ട് നമ്മുടെ പാച്ചോറ് തയ്യാറായിട്ട് കിട്ടും. അപ്പോൾ നമുക്കറിയാം പാച്ചോറൊക്കെ പല സ്ഥലത്തും പല രീതിയിലാണ് തയ്യാറാക്കാറ്. നമ്മളുടെ വീട്ടിലൊക്കെ ഈ ഒരു രീതിയിലാണ് തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. കൂട്ടുകാരെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് വരാം. താങ്ക് യു.